ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ തിരുക്കുറൾ ഇതിൻ്റെ 27ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്ന പേരുകൾ അറിയപ്പെടുന്ന തിരുക്കുറളിന് 133 അധ്യായങ്ങളിലായി 1330 ഈരടികളാണുള്ളത്. അതിൽ 26 വരെയുള്ള ഈരടികൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇന്ന് തപസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ തമിഴിൻ്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ആദി ഭഗവാൻ സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ആദി ഭഗവാൻ സാർ, ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ മലയാളത്തിലെ തപസ് എന്ന് പറയുന്നത് തമിഴിലെ തവം എന്ന് പറയും. അപ്പം ഇന്ന് ആദ്യത്തെ കുറൾ, ഉറ്റനോയ് നോன்றல் ഉയിർക്കുറുകൺ ചെയ്യാമൈ അറ്റേ തവത്തിർക്കുറു. ഇതാണ് ഇതിൻ്റെ തമിഴ് വെർഷൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തമിഴിലെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം. பிறரால் தனக்கு செய்யப்படும் துன்பங்களை பொறுத்து கொள்வது, துன்பம் செய்தவர்க்கும் துன்பம் செய்யாதிருப்பது என்னும் இந்த தத்துவத்தை தான் தவம் என்பதன் இலக்கணம் என்று தமிழில் கூறுவார்கள். அதாவது நமக்கு யாரெങ്കിലും ஒரு ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലും അവരെ നമ്മൾ പൊറുക്കണം. അതുപോലെ നമ്മൾ യാർക്കും ഒരു തിന്മയും ചെയ്യാതിരിക്കുക. ഇതാണ് തവത്തിന്റെ ഇലക്കണം എന്നാണ് വള്ളുവർ പറയുന്നത്. ഓക്കെ സാർ. ഓക്കെ, അധികാരം 27, അധ്യായം 27. സന്യാസാശ്രമ വിഭാഗത്തിലാണ് ഇത് പെടുക. പെനൻസ് എന്ന ഇംഗ്ലീഷിലും തപസ് അല്ലെങ്കിൽ തപം എന്ന് മലയാളത്തിലും പറയപ്പെടുന്നു. ഹിന്ദുമതം, ക്രിസ്തുമതം, ബുദ്ധമതം, ഇസ്ലാം മതം എന്നിവ ഉൾപ്പെടെ പല മതപാരമ്പര്യങ്ങളിലും ആത്മീയ പരിശീലനത്തിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും അനിവാര്യ ഘടകമായി ഈ തപസ് കണക്കാക്കപ്പെടുന്നു. തപസ് നിരവധി ഉദ്ദേശങ്ങളാണ് നിറവേറ്റുക. ഒന്ന്, പ്രായശ്ചിത്തം, മുൻകാല തെറ്റുകൾക്ക് പരിഹാരം ചെയ്യും. 2, പ്രതിഫലനം, സ്വയം പ്രതിഫലനവും ആത്മപരിശോധനയും പ്രോത്സാഹിപ്പിക്കുക. 3, വ്യക്തിഗത വളർച്ച, ആത്മീയ വളർച്ച, സ്വയം മെച്ചപ്പെടുത്തൽ, സ്വഭാവ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. 4, രോഗശാന്തി, തനിക്കും മറ്റുള്ളവർക്കും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി പ്രോത്സാഹിപ്പിക്കുക. കുറള് 261 അതിന്റെ നല്ല തമിഴ് രീതിയിൽ ഭഗവാൻ സാറ് വായിച്ചു. ഉറ്റനോയ് നോണ്ടൽ ഉയിർക്കു ഉറുക്കൺ ചെയ്യാമൈ അറ്റേ തവത്തിർക്കു ഉരു. ഉറ്റനോയ് താങ്ങു ഉയിർക്കുവിന ചെയ്യായികി തത്രേ തപസിന്റെ രൂപം എന്ന് മലയാളത്തിൽ അത് ഗീതമാക്കിയിരിക്കുന്നു. ഏത് അഗ്നിപരീക്ഷയും സഹിക്കാനും മറ്റ് ജീവിതങ്ങൾക്ക് ഒന്നും വരുത്താതിരിക്കാനും തപസ് ഉപകാരപ്പെടുത്തുന്നു. കഷ്ടാരിഷ്ടത ഏൽക്കുമ്പോൾ ക്ഷമയോടെ സഹിക്കലും സഹജീവികളിൽ ദ്രോഹം ചെയ്യാതെ ഒഴിയലും തപം എന്ന് വേണമെങ്കിലും പറയാം. കുറ്റമില്ലെങ്കിലും തക്കതായ പശ്ചാത്താപ വേദനകൾ സഹിക്കാൻ അവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. അതാണ് പശ്ചാത്താപം. മതപരമായ അച്ചടക്കത്തിന്റെ സ്വഭാവം, അത് സ്വയം വരുത്തുന്ന കഷ്ടപ്പാടുകൾ, സന്യാസി ചൈതന്യം എന്ന് പറയാം. സഹിച്ചു നിൽക്കുന്നതിലും
മറ്റുള്ളവർക്ക് വേദന നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും ഉൾപ്പെടുന്നു. നല്ലൊരു ഗുണമാണ്, ആർജിക്കേണ്ടുന്ന ഒരു ഗുണമാണ്. ഓവർ. Bearing sorrow and living without tormenting another life is a sign of penance. 262. குறள் 262. தவமும் தவமுடையார்க்கு ஆகும், அதனை അഹ്തിലാർ മേற்കൊള്ളുவது. ആദ്യം തമിഴിൽ പറയാം. ഇതിന്റെ അർത്ഥം തവക്കോലം, അതായത് തവത്തെ അനുഷ്ഠിക്കുന്നത് തവ ഒഴുക്കം ഉടയവർക്കേ പൊരുந்துவதாகும். തവ ഒഴുക്കം ഇല്ലാത്തവർ അക്കോലം പൂണുவது പളിയാകും. അതായത് മലയാളത്തിൽ പറയുമ്പോൾ തവം, തപസ് അതിനൊരു റൂൾസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നവർക്കേ അത് പൊരുந்துം, അവർക്കേ അത് ശരിയാകും. അത് ഇല്ലാത്തവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് അത് പളിയാകും, അതായത് അത് തെറ്റാകും എന്നാണ് വള്ളുവർ പറയുന്നത്. ശ്രീകുമാരി മാം അല്ലേ? അൺമ്യൂട്ട് ചെയ്യും. തിരുക്കുറൾ 262. മലയാളം വായിച്ചാൽ അത് തമിഴ് വായിക്കുന്നു സാറേ. വായിച്ചോളൂ. തവമും തവമുടയാർക്ക് ആകും, തവമതனை അനത് ഉലാർ മേற்കൊள்வது. മുജ്ജന്മ തപമുള്ളോർക്കാകും തപസ്സും മറ്റുള്ളോർ ചെയ്വത് പാഴി. മുൻ ചെയ്ത സൽക്കർമ്മ സാഫല്യമാകുമേ എല്ലാവർക്കും വീണാകും താപസവേഷവും എന്നാണ്. താൻ മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണ് തപസ്. കപടമായി താപസവേഷം കെട്ടുന്നവന് അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. തപസ്സിന് ചില നിബന്ധനകളുണ്ട്. അത് നാം ഫോളോ ചെയ്ത് അതുപോലെ വേണം തപസ് അനുഷ്ഠിക്കാൻ. തപോധർമ്മം എന്ന മഹനീയത പുലർത്താത്തവൻ താപസനെന്നു പറഞ്ഞിട്ട് അർത്ഥമില്ല. ധർമ്മം നിറവേറ്റാത്തവൻ, വിശിഷ്യ തമോധർമ്മം നിറവേറ്റാത്തവൻ തന്നെയാണ്. പ്രസ്തുത പവിത്ര കർമ്മം അനുഷ്ഠിച്ചിട്ട് ഫലമില്ല. മുജ്ജന്മ സുഹൃതവും ജന്മസുഹൃതവും ഉള്ളവർക്കേ തപോധർമ്മം കൈവരികയും. അതുകൊണ്ട് നാം തപസ് റൂൾ, അതിൻ്റെതായ നിയമം അനുസരിച്ച് സത്യസന്ധമായി ചെയ്യുക. താങ്ക് യു സാർ. തവവും തവമുടയാർക്കാകും അവം അതனை അതിലാർ മേർക്കോൾ അത്. Sannyasa is meant for those who practice penance. It is a sin for others, imitating it without quality of penance. 263. குறள் 263. துறந்தார்க்கு துப்புரவு வேண்டி மறந்தார்கொல் மற்றையவர்கள் தவம். துறவிகளுக்கு துணை நிற்க விரும்புகிறோம் என்பதற்காக தாங்கள் கடைபிடிக்க வேண்டிய தவ ஒழுக்கத்தை மற்றவர்கள் மறந்துவிடக்கூடாது. അതായത് നമ്മളെ പ്രിട്ടൻഡ് ടു ബി തുറവികൾന്ന് വെച്ചാൽ തവം ചെയ്യുന്നവർ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തവം ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നത് തെറ്റ് എന്നാണ് വള്ളുവർ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി പ്യൂർ. അതാണ് പുള്ളി കൺവേ ചെയ്യുന്നത്. താങ്ക് യു സർ. കുറൽ 263. തുറந்தார்க்கு തുപ്പുരവു വേണ്ടി മറந்தாർകൊൾ മറ്റേയവർകൾ തവം. താപസ പൂജയ്ക്കായത്രേ ഗൃഹസ്ഥന്മാർ താനെ തപം മറക്കുന്നു. തപസ് തന്നെയാണ് ജീവിതം, അഥവാ ജീവിതം തന്നെയാണ് തപസ്. ജീവിതം തപസ്സാക്കുന്നവരെ ലോകം മഹാന്മാരായി അംഗീകരിക്കുന്നു. മനോനിയന്ത്രണങ്ങളോടെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, മിതാഹാരം ശീലിക്കുക, സ്വന്തം ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും നിശബ്ദം സഹിക്കുക, മറ്റ് ജീവജാലങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കുക, മഞ്ഞും
മഴയും വെയിലുമെല്ലാം സഹിക്കാനും ഊണും ഉറക്കവും കുറയ്ക്കാനും ദേവപൂജയ്ക്ക് സ്വയം സമർപ്പിക്കാനും തയ്യാറാവുക. ഇതൊക്കെയത്രേ തപസ്. തപസ്സിന്റെ മൊത്തത്തിലുള്ള സ്വരൂപം ഇവിടെ ഈ അധ്യായത്തിൽ ഇതിഹാസ കവി തിരുവള്ളുവർ പറഞ്ഞു വച്ചിരിക്കുന്നു. തപോഗുണം എന്നത് ഒരൊറ്റ ജന്മം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. പോയ ജന്മത്തിൽ തന്നെ അതിന് ഇച്ഛാപൂർവം ഇറങ്ങിയവർക്ക് ഈ ജന്മവും അത് തുടരാം, പൂർത്തിയാക്കാം. പൂർവജന്മ തപസിദ്ധിയില്ലാത്തവർ ഈ ജന്മം വേഷം കെട്ടുന്നത് പാഴ്വേലയാണെന്ന് ഖുറൽ ഓർമ്മപ്പെടുത്തുന്നു. തപസ് എന്ന മഹത്വത്തിന്റെ രത്നപീഠം ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോന്ന ആത്മസമർപ്പണത്തിന്റെ പൂർണ്ണതയത്രേ. എണ്ണത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സന്യാസിമാരും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന സ്തുതിപാഠകന്മാരും ഈ സത്യം കൂടി അറിയേണ്ടതുണ്ട്. ഋഷി ജീവിതം മഹത് ജീവിതമാണ്. അതിന് വേഷമല്ല പ്രധാനം. യഥാർത്ഥ മഹത്വമുള്ള ഋഷിമാർക്ക് അന്നവും ഔഷധവും ഇരിപ്പിടവും എല്ലാം നൽകി അവരെ പൂജിക്കുന്ന തിരക്കിനിടയ്ക്ക് സ്വയം തപസ്സനുഷ്ഠിക്കുവാൻ മറന്നു പോകുന്നവരത്രേ ഉത്തമ ഗൃഹസ്ഥന്മാർ. ഒരർത്ഥത്തിൽ അവരാണ് യഥാർത്ഥ ഋഷിമാർ. അതിശ്രേഷ്ഠമായ ഒരു കാരണത്തിനു വേണ്ടി വിശിഷ്ടമായ ഒരു കാര്യം അവർക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. സന്യാസത്തെക്കാൾ മഹത്താണ് സന്യാസി പൂജ എന്നാണ് ഈ ഖുറൽ അർത്ഥമാക്കുന്നത്. താപസ പൂജയ്ക്കായത്രേ ഗൃഹസ്ഥന്മാർ താനെ തപം മറക്കുന്നു. താങ്ക് യു. തുറந்தார்க்கு துப்புரவு வேண்டி மறந்தார்கொல் மற்றே அவர்கள் தவம். Is it that the family man has forgotten to lead sannyasa in order to serve the saints? 264. குறள் 264. ஒன்னார் தெறலும் உவந்தாரை யாக்கலும் எண்ணின் தவத்தான் வரும். അതിൻ്റെ തമിഴ് മീനിങ്, പகைவர்களை മാற்றവും നண்பர்களை പെരുക്കവും എണ്ണിനാൽ തവത്താൽ അത് ചെയ്യ മുടിയും. മലയാളത്തിൽ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളെ കറക്റ്റ് ചെയ്യാനും സുഹൃത്തുക്കളെ കൂട്ടാനും എണ്ണം കൂട്ടാനും നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ തപസ്സിനാൽ അത് സാധിക്കും. തപസ് കൊണ്ട് അതിനെ സാധിക്കാൻ പറ്റും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. ശ്രീകുമാരി മാം, അൺമ്യൂട്ട്. ഖുറൽ 264. ഒന്നാർത്തറലും ഉവന്താരയാക്കലും എണ്ണിൻ തപത്താൽ വരും. സന്മാർഗത്രാണനം ദുർമാർഗി വേദനം സാധിക്കും തപശക്തിക്ക് നിർണയം. സാത്വിക രക്ഷയും അരികുല നാശവും സാധ്യം തപസ്സിൻ ബലത്താൽ. നമ്മുടെ തപസ്സുകൊണ്ട് സന്മാർഗത്തെ രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ദുർമാർഗത്തെ നശിപ്പിക്കാനും സാധിക്കും. തപശക്തി കൈവരിച്ചവരുടെ സിദ്ധി എന്തിനും സാധ്യമായതത്ര. ദുഷ്ടതകളെ നിഗ്രഹിക്കാനും ശിഷ്ടതകളെ അനുഗ്രഹിക്കാനും സിദ്ധി നേടിയവരാണ് ഈ താപസ ശ്രേഷ്ഠർ. മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും നിഗ്രഹം ചെയ്ത് സൽക്കർമ്മ സിദ്ധി ആർജിച്ച താപസികൾ അധർമ്മങ്ങളെ ശിക്ഷിക്കാനും ധർമ്മങ്ങളെ രക്ഷിക്കാനും പാലിക്കാനും ഉള്ള ഉൾക്കരുത്ത് നേടിയവരായിരിക്കും എന്നാണ് കവി പറയുന്നത്. ശത്രുക്കളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുന്നതിനും സുഹൃത്തുക്കളെ താപസികൾക്ക് സാധിക്കും എന്ന് സാരം. താങ്ക് യു സർ. ഒന്നാർ തെറലും ഉവന്താരെ ആക്കലും എണ്ണിൻ തവത്താൻ തരും. By power of penance, destruction of the wicked and attainment of desire comes instantaneously. 265. குறள் 265. வேண்டிய வேண்டியாங்கெய்தலால் செய்தவம் ஈண்டு முயலப்படும். അതിൻ്റെ തമിഴ് മീനിങ്, വിരുമ്പിയവற்றை
விரும்பியபடியே அடைய முடியுமாதலால் இப்பூமியில் தவம் മുയன்று ചെയ്യപ്പെടും. മലയാളത്തിൽ എങ്ങനെയാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടതുപോലെ കിട്ടണമെങ്കിൽ തവം ചെയ്താൽ അത് കിട്ടും, ചിട്ടയോടുകൂടി തവം ചെയ്താൽ അത് കിട്ടും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. ജോർജ് സാർ. താങ്ക് യു സർ. കുറിൽ 27-ാം അധ്യായം തപസ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. കുറിൽ 265 വേണ്ടിയാങ്കു എഴുതലാൽ ചെയ്തവം ഈണ്ടു മുയലപ്പെടും. ഇതിന്റെ മലയാളം, ലബ്ധികളെല്ലാം തരും തപ ഈ ജന്മം തൊട്ടേ തുടങ്ങിയിടയണം. ഈ ജന്മത്തിൽ തപസ് അനുഷ്ഠിക്കുന്നവർക്ക് വേദനയുളവാക്കുന്നതും ഉരുകി ജ്വലിക്കുന്നതുമായ അനുഭവങ്ങളെല്ലാം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതിന് ജന്മം തൊട്ടേ നാം ഒരുങ്ങിയിടയണം. തീയിൽ കുരുത്താൽ പിന്നെ വെയിലത്ത് വാടില്ല എന്ന മലയാളത്തിലെ പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാണെന്ന് കരുതാം. താങ്ക് യു സർ. വേണ്ടിയാങ്കു എയ്തലാൽ ചെയ്തവം ഈണ്ടു മുയലപ്പെടും. In familiar life, also penance is to be observed as things longed for may arrive in desired manner. 266. குறள் 266. தவஞ்செய்வார் தங்கருமஞ் செய்வார் மற்றல்லார் அவஞ்செய்வார் ஆசையுட்பட்டு. ഇതിന്റെ തമിഴ് മീനിങ്, തവത്തെ ചെയ്பவரே തമക്കുரிய செயலை செய்தவர், மற்றவர்களோ ஆசை வலைப்பட்டு വീണാനവற்றை ചെയ്തവർ ആവാർ. അതായത് തപസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവർക്കുള്ള ഫലം കിട്ടും. അത് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നവർക്ക് അതിന് സാധിക്കാൻ പറ്റില്ല എന്നാണ് കവി പറയുന്നത്. താങ്ക് യു സർ. കുറിൽ 266. തവം ചെയ്വാർ തം കരുമം ചെയ്വാർ മറ്റെല്ലാർ അവം ചെയ്വാർ ആശയുൾപ്പെട്ടു. തപം ചെയ്വോരത്രേ തൻ കർമ്മം ചെയ്യുവോർ വ്യയം ചെയ്യുവോർ ആശയാൽ മറ്റോർ. അതായത് തപസ്സികൾ ജ്ഞാനികളാണ്, ത്യാഗമാണ് തപസ്. തപസ്സിലൂടെ നേടാൻ കഴിയാത്ത ഒരു സിദ്ധിയും ലോകത്തില്ല. നിരന്തരമായ സാധന കൊണ്ടും ആത്മശുദ്ധീകരണം കൊണ്ടും മാത്രമേ തപസ് പൂർണ്ണമാവൂ. ജീവിതത്തിന്റെ പരമോന്നതമായ കലയത്രേ തപസ്. ചഞ്ചല ചിത്തന്മാർക്കും സുഖാന്വേഷികൾക്കും ആ ജ്യോതിർമേഖലയിലേക്ക് പ്രവേശനമില്ല. അഗ്നിയിൽ തങ്കം സ്ഫുടം ചെയ്തെടുക്കുന്നത് പോലെ തപസ്സിലൂടെ ശരീരവും മനസ്സും സ്ഫുടം ചെയ്ത് പരിശുദ്ധമാക്കിയെടുക്കുക എന്നതാണ് ഋഷിമാരുടെ പരീക്ഷണം. പുരാണ ഇതിഹാസങ്ങൾ വാഴ്ത്തുന്ന തപസ്സിന്റെ മഹത്വം എത്രയെത്ര! എല്ലാം ഉപേക്ഷിച്ച് ഒന്നിനോടും പ്രത്യേക മമതയോ വെറുപ്പോ ഇല്ലാതെ തീർത്തും നിസ്സംഗരായി കഴിയേണ്ടവരാണ് സന്യാസിമാർ. അവർക്ക് ശത്രുമിത്ര ഭേദങ്ങളില്ല. പക്ഷെ അനുഗ്രഹിക്കാനും വേണമെന്ന് വെച്ചാൽ നിഗ്രഹിക്കുവാനുമുള്ള ശക്തി അവർക്കുണ്ട്. പുരാണങ്ങൾ അതിന് സാക്ഷി. സ്വയം ഋഷിയായ തിരുവള്ളുവർ സ്വന്തം ജീവിതം കൊണ്ട് മഹർഷിയായി. അക്ഷരങ്ങളുടെ ലോകത്ത് അനശ്വരത കൈവരിച്ചു. ഋഷി പരമ്പരയിൽ എത്ര പേർക്കാണ് അത്തരം സാധ്യതകളും സാന്നിധ്യവും അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കർമ്മം തന്നെയാണ് തപസ്സെന്ന ആപ്തവാക്യം കാലത്തിന്റെ ചുവരിൽ എഴുതി വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തപസ്സികൾ അവനവന്റെ കർമ്മം ചെയ്യുന്നതോടൊപ്പം നിത്യമായ മോക്ഷത്തെ കീഴടക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരാകട്ടെ നിസാരമായ ഓരോന്നിലുമുള്ള സുഖം മോഹിച്ച് ഓരോന്നിലും ഭ്രമിച്ച് നേടേണ്ടത് നേടാതെ ജീവിതം വ്യയം ചെയ്ത് കളയുന്നു. തപം ചെയ്യുവോരത്രേ തൻ കർമ്മം ചെയ്യുവോർ വ്യയം ചെയ്യുവോർ ആശയാൽ മറ്റോർ. താങ്ക് യു.
തവം ചെയ്വാർ തം കർമ്മം ചെയ്വാർ മറ്റല്ലാർ അവം ചെയ്വാർ ആശയുൾപ്പെട്ടു. 267. குறள் 267. சுடச்சுடரும் பொன்போல் ஒளிவிடும் துன்பஞ் சுடச்சுட நோக்கிற்பவர்க்கு. அதாவது புடமிட்டு சுடச்சுட ஒளிவிடுகின்ற பொன்னை போல தவம் செய்கின்றவரை துன்பம் வருத்த வருத்த மெய்யுணர்வு மிகும். മലയാളത്തില് ഇപ്പം നമ്മുടെ ഗോൾഡ് ഉണ്ട്. ഗോൾഡിന് നമുക്ക് എങ്ങനെയാണ് അത് ഗോൾഡിന് നമ്മൾ ഉരുക്കി കാച്ചുമ്പോഴാണ് അതിൻ്റെ ഒരു തിളക്കം വരുന്നത്. അതുപോലെ ഈ തപസ്വികൾക്ക് അവർ കഷ്ടം മറ്റവർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവർ സ്വയമായിട്ട് എടുക്കുന്നതോ ആകാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ബലം വീണ്ടും വീണ്ടും കൂടുകയാണ്. ഓവർ. റോയ് സർ, അൺമ്യൂട്ട് സർ. ചുടുതീയിൽ പൊന്നു പോൽ ഒളിതൂകിടും ദുഃഖച്ചൂടുതീയിൽ തപസ്വാന്മാരി. അതായത് സ്വർണത്തിന്റെ തിളക്കം പോളിഷിങ്ങിലൂടെ വർദ്ധിച്ചു വരുന്നത് പോലെ തപസ്സിന്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ദുഃഖ അനുഭവങ്ങളിലൂടെ പുരോഗതി പ്രാപിക്കുന്നതിന് സാധിക്കും എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അതായത് തപശക്തി വരുന്നിടത്തോളം കൂടാം സകല ശക്തിയും കൂടും എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വർണത്തിന്റെ തിളക്കം പോളിഷ് ചെയ്യുന്നത് പോലെ തന്നെ തപശക്തിയിലുള്ള വർധനവ് വരുമ്പോൾ ദുഃഖകരമായ സാഹചര്യങ്ങളെ നേരിടുന്നതിനും സാധിക്കും എന്ന് പറയാം. ഓക്കെ. ചുടച്ചുരുളും പൊൻ പോൽ ഒളിവിടും തുன்பം ചുടച്ചുട നോർക്കിർ പവർക്ക്. As glitter of gold increases by polishing, strengthen of the penance progresses on sorrowful experiences. 268. குறள் 268. தன்னுயிர் தான் அறப்பெற்றானை ஏனைய மண்ணுயிர் எல்லாம் தொழும். அதாவது தான் என்னும் செருக்கானது தன்னிடமிருந்து நீங்கிய தவ வலிமை பெற்றவனை உலகத்தில் செறிந்துள்ள உயிர்கள் எல்லாம் தொழுது போற்றும். അതായത് അഹങ്കാരം, ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതെ തവം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലുള്ള ഇൻക്ലൂഡിങ് കിങ് അവരെ തൊഴും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. Yours, sir. Unmute, sir. Unmute. Yes, sir. താങ്ക് യു. കുറൾ 268. തന്നുയർ താൻ അറപ്പറ്റാനൈ ഏനയ്യ മന്നുയർ എല്ലാം തൊഴും. മലയാളം: തന്നുയർ തൻ്റേതായി തീർത്തോനെ മറ്റുള്ള മന്നുയരെല്ലാം വണങ്ങും. ജനിച്ചു വീഴുന്നത് എവിടെയായാലും അതിൽ നമുക്ക് നിയന്ത്രണമില്ല. എന്നാൽ പരിമിതിയും ഉൾക്കൊണ്ടുകൊണ്ട് തപസ് അനുഷ്ഠിക്കുന്നവർ അവിടെ നിന്ന് അങ്ങനെ സ്വപ്രയത്നത്താൽ നിരന്തരം ഉള്ള ആ ത്യജിക്കൽ കൊണ്ട് ഉയർന്നവരെ എല്ലാം മറ്റു ജീവനോടിരിക്കുന്ന എല്ലാവരും വണങ്ങി ആദരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു സർ. തന്നുയിർ താൻ അറപ്പറ്റാനെ ഏനയ്യ മന്നുയിർ എല്ലാം തൊഴും. Everyone will worship one who does not have feeling of my life and everything is mine.
269. குறள் 269. கூற்றம் குதித்தலும் கைகூடும் நோற்றலின் ஆற்றல் தலைப்பட்டவர்க்குள். தவநெறியாலே ஆத்ம வலிமையை பெற்ற மகான்களுக்கு தம்மிடத்தே வருகின்ற கூற்றத்தையும் எதிராக நின்று வெற்றி கொள்வதற்கு முடியும். അതായത് തപസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല പവർ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാർ യമനെപ്പോലും തോൽപ്പിക്കാൻ കഴിയും എന്നാണ് വള്ളുവർ പറയുന്നത്. താങ്ക് യു സർ. കുറൾ 269. കൂറ്റം കുതിത്തലും കൈകൂടും നോറ്റലിൽ ആറ്റൽ തലയിപ്പെട്ടവർക്കു. കാലനെ വെല്ലലും സാധ്യം കൊടും തപസാലെ വരും സിദ്ധിമൂലം. കൊടും തപസ്സുകൊണ്ട് വല്ലഭത്വം നേടിയ ഋഷീശ്വരന്മാർക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. അവർ ഇച്ഛാമൃതുക്കളാണ്. വേണ്ടി വന്നാൽ കാലനെ കൂടി വരുതിയിൽ നിർത്തുവാനുള്ള കരുത്ത് അവർക്കുണ്ട്. അങ്ങനെയുള്ള ആത്മബലം നേടിയവരായിരുന്നു മാർക്കണ്ഡേയനും നന്ദികേശനും മറ്റും. നമുക്ക് മാർക്കണ്ഡേയന്റെ കഥ എന്താണെന്ന് നോക്കാം. മൃഗണ്ഡു മഹർഷിക്ക് വളരെ കാലം സന്താനങ്ങൾ ഉണ്ടായില്ല. അദ്ദേഹം കഠിനമായി ശിവനെ തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ കൊടും തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദീർഘായുസ്സുള്ള മടയനും കൊള്ളരുതാത്തവനുമായ ഒരു മകനെ വേണമോ, അതോ 16-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന ഉത്തമനും അഭിജ്ഞനും ഭക്തനുമായ ഒരു പുത്രനെ വേണമോ എന്ന ചോദ്യത്തിന് ഉത്തമനായ മകനെ മതിയെന്ന് മഹർഷി ശിവനോട് സമ്മതിച്ചു. അങ്ങനെയുണ്ടായ മകനാണ് മാർക്കണ്ഡേയൻ. സത്യമറിഞ്ഞ മാർക്കണ്ഡേയൻ കഠിന തപസ് ചെയ്ത് ശിവപ്രീതി നേടി മരണത്തെ ജയിച്ചു. മാർക്കണ്ഡേയനെ നിഗ്രഹിക്കാനെത്തിയ കാലനെ ശിവൻ നിഗ്രഹിച്ചു. ശിവൻ അങ്ങനെ കാലകാലനും മൃത്യുഞ്ജയനുമായി. കാലനെ വെല്ലലും സാധ്യം കൊടും തപസാലെ വരും സിദ്ധിമൂലം. താങ്ക് യു. കൂറ്റം കുതിത്തലും കൈകൂട്ടും നോറ്റിനാൽ ആറ്റൽ തലയിപ്പെട്ടവർക്ക്. Sages who acquired strength through power of penance can win even death. 207. குறள் 270. இலர் பலராகிய காரணம் நோற்பார் சிலர் பலர் நோலாதவர். ஆற்றல் இல்லாதவர் பலராக உலகில் இருப்பதற்கு காரணம் தவம் செய்கின்றவர் சிலராகவும் செய்யாதவர் பலராகவும் இருப்பதே ஆகும். അതായത് ഇന്നത്തെ ലോകത്തില് ശക്തി ഇല്ലാതെ ആൾക്കാർ ഇരിക്കുന്നതിന്റെ കാരണം അവർ തവം ചെയ്യാതിരിക്കുന്നതാണ്. തവം ചെയ്യുന്നവർ കുറവാണ്, തവം ചെയ്യാത്തവർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. കുറൽ 270. ഇലർ പല രാഗീയ കാരണം നോർപ്പാർ ചിലർ പലർ നോലാതവർ. ഇല്ലാത്തോരേറെയാം കാരണം യമികളായി ഉള്ളോർ ചിലർ ഏറെ അന്യർ. ദരിദ്രർ ധാരാളമാണ്, കാരണം വർജനം പാലിക്കുന്നവർ ചുരുക്കമാണ്, അല്ലാത്തവർ കൂടുതലുമാണ്. ദരിദ്രരേറെ സമ്പന്നർ കുറവും തന്നെ. ഭൂമിയിൽ ഋഷികൾ തുച്ഛമല്ലാത്തവർ ബഹുകോടികൾ തന്നെയാം എന്ന് വേറൊരു രീതിയിൽ പറയാം. എല്ലാറ്റിനും ആത്മീയതയുടെ ഒരു കുറവുണ്ട്. കാരണം വ്യക്തമാണ്, പശ്ചാത്തപിക്കുന്നവർ ചുരുക്കം. പലരും അത്തരം വേദന ഒഴിവാക്കുന്നു. തപസ് ചെയ്യുന്നവർ ചുരുക്കം, അല്ലാത്തവർ അനേകർ ഉള്ളതിനാൽ ഈ ലോകത്ത്
ആത്മീയമായി നിർധനരും സമ്പന്നരും കുറവാണ്. ഇതാണ് ഈ ഖുറാൻ നമ്മെ പഠിപ്പിക്കുക. ഇന്നത്തെ 10 ഖുറാനും കഴിയുമ്പോൾ വേദപുസ്തകം, ക്രൈസ്തവ സഭ ഇത് വളരെ കൃത്യമായി ശക്തമായി ഭക്തരുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരാഹ്വാനമാണ് പശ്ചാത്തപിക്കുക. ആദ്യത്തെ മനുഷ്യരായ ആദവും ഔവയും തെറ്റ് ചെയ്ത് പരദീസയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ പശ്ചാത്തപിക്കാനായിട്ടുള്ള ചില ആഹ്വാനങ്ങളാണ് നൽകുന്നത്. തെറ്റിന്റെ ഭാഗമായി ഉണ്ടായ ചില വിനകളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും, വേദനയോടെ പ്രസവിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. പിന്നീട് കുറച്ചിങ്ങേക്ക് വന്നു കഴിയുമ്പോൾ മഹാനാണ്, ദൈവം തിരഞ്ഞെടുത്തയാളാണ് ദാവീദ്. ദാവീദ് വലിയൊരു കൊടും പാതകം ചെയ്തു. ദൈവം അവരോട് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചാക്കൊടുത്ത് ചാരം പൂശി ഭൂമിയിൽ വീണ കിടന്നുകൊണ്ട് ദാവീദ് പാടുന്ന പാട്ടാണ് 51-ാമത്തെ സങ്കീർത്തനം. ദൈവമേ എന്നിൽ കനിയണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മോചിക്കണമേ. ഞാന് ചുരുക്കി പറഞ്ഞാൽ, സഭയിൽ കുംഭസാരം എന്ന് പറയുന്ന ഒരു കുദാശയം, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, വളരെ ശക്തമായി പശ്ചാത്തപിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്, അല്ലെങ്കിൽ ആ ഒരു പരിശീലനമാണ് നടത്തുന്നത്. ക്രിസ്മസ് കാലത്തേക്ക് വരികയാണല്ലോ. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മുൻപേ കടന്നു വന്ന സ്നാപകൻ വിളിച്ചു പറയുന്നത് ഇതാണ്: അണലി സന്തതികളെ, വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. എല്ലാ മതവിഭാഗങ്ങളിലും നോമ്പും ഉപവാസവുമുണ്ട്. ഇപ്പോൾ മണ്ഡലകാലം 41 ദിവസത്തെ കഠിനമായ പ്രായശ്ചിത്തവും ഉപവാസവും. ക്രിസ്ത്യാനികൾക്ക് നിരവധിയായ നോമ്പുകളുണ്ട്. എല്ലാ മതവിഭാഗത്തിലും മുസ്ലിങ്ങളുടെ നോമ്പ് നമുക്കറിയാം. ഇതെല്ലാം പശ്ചാത്താപത്തിനുള്ള ആഹ്വാനങ്ങളാണ്. എന്തിനാണ്? എല്ലാത്തിനെയും ധീരമായി നേരിടുവാൻ. ഇതിലെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചത് കേട്ടല്ലോ. ഇവിടുത്തെ ദാരിദ്ര്യവും സമ്പത്തും പറയുന്നത് ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ചാണ്, ആത്മീയ സമ്പത്തിനെ കുറിച്ചുമാണ്. തീർച്ചയായിട്ടും ഇത് സന്യാസാശ്രമത്തിലുള്ള അല്ലെങ്കിൽ സന്യാസത്തിന്റെ ഭാഗമായി പറഞ്ഞു വെക്കുന്നതാണെങ്കിലും ഇത് നമ്മെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾക്കും സ്വീകാര്യമാണ്, സ്വീകാര്യമാകേണ്ടതാണ്. ഒരു വാക്യം കൂടെ പറയട്ടെ. ബൈബിൾ പറയുന്നു, ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടുമല്ലാതെ ദുഷ്ടശക്തികളൊന്നും ഒഴിഞ്ഞു പോകില്ല. അതേ പ്രിയ സഹോദരങ്ങളെ, ഉണ്ടാകുന്ന എല്ലാ വൈതരണികൾക്കും പിന്നിൽ മനുഷ്യന്റെ അഹന്തയും ദുരയും തിന്മയുമാണ്. നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പ്രായശ്ചിത്തം ഉപകാരപ്പെടട്ടെ. തിരുവള്ളുവർ പറഞ്ഞു നമ്മെ പഠിപ്പിക്കുന്നതും മതഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ്. ഉൾക്കൊള്ളാൻ ആവത് ശ്രമിക്കാം. ഇന്നത്തെ ഈ ഖുറാൻ അവസാനിക്കുമ്പോൾ നമുക്ക് തമിഴിൽ തന്നെ വിശദീകരിച്ചു തരികയും ശുദ്ധമായ തമിഴ് ഭാഷയുടെ ആ സൗമാര്യം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്ത ഭഗവാൻ സാറിനെയും മറ്റ് ഭാഷാന്തരം നടത്തിയ ശ്രീകുമാരി മാവിനെയും ജോർജ് സാറിനെയും ഒക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. എല്ലാത്തിനും എല്ലാവിധത്തിലും ചുക്കാൻ പിടിക്കുന്ന സാബു സാറിനും നന്ദി അർപ്പിച്ചുകൊണ്ട്, വന്നെത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ
ഈ കർമ്മം അവസാനിപ്പിച്ച് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് വേണ്ടി സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓവർ. ഇലർ പലരാകിയ കാരണം നോർപ്പാർ ചിലർ പലർ നോലാത്തവർ. Reason for poor increasing in the world is decrease of men observing penance and mounting of those who don't keep penance. So thank you, Adibhavan sir. പൊതുവായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. സാറ് ഇന്നത്തെ ഈ തവം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. എങ്കിലും ഈ ക്രിസ്മസ് സമയത്ത് ഇത് ഒരു ആപ്റ്റ് ഒരു സെലക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കുറൾ തന്നെ പറയുന്നത്, നമുക്ക് ആരെങ്കിലും തിന്മ ചെയ്താൽ അത് നമ്മൾ പൊറുക്കണം. അതുപോലെ നാം മറ്റവർക്ക് വേറൊരു മനുഷ്യനുക്ക് തുன்பം ചെയ്യാതെ ഇരിക്കുക. അതാണ് തവത്തിൻ്റെ മീനിങ്. ഇലക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ശരിക്കും ഉള്ള തവം എന്നുള്ള അർത്ഥം അതാണ് എന്നാണ് വള്ളൂർ പറയുന്നത്. അത് നമ്മൾ യേശു ക്രിസ്തു പറയുന്നത് പോലെ, അതായത് ഇന്ന ഒരുത്തൻ ഒരു കന്നത്തിലടിച്ച അടുത്ത കവിള് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് തന്നെ ഫസ്റ്റ് കുറളായിട്ട് ഇവിടെ പറഞ്ഞത്. അത് എനിക്ക് ഇന്ന് ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം കൊണ്ട് ഇന്നത്തെ ഒരു നമ്മുടെ തിരുക്കുറൾ പ്രോഗ്രാം നല്ല രീതിയിൽ പോയി എന്നാണ് എൻ്റെ എല്ലാ ഇത് കുറളിൽ പറഞ്ഞ എല്ലാ കരുത്തുക്കളും പോയിന്റുകളും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു അർത്ഥമുള്ള ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നിയത്. അത് എസ്പെഷ്യലി ക്രിസ്മസ് സമയത്ത് ഇതൊരു നല്ല ഒരു കോയിൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും തപസ് നമ്മൾ ആത്മതപം എന്നൊക്കെ നമ്മളിങ്ങനെ ബൈബിളിലൊക്കെ പറയും. ആത്മതപം നമ്മൾ ശാന്തരായി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ള രീതിയിൽ മനസ്സിനെ കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ, എന്നാൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അഹങ്കാരമോ അങ്ങനെയുള്ള ഒരു ജഡ്ജ്മെൻ്റൽ എന്ന് പറയുന്ന തരത്തിൽ പോകാതെ, പിന്നെ അവസാനത്തെ കുറിൽ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, മനുഷ്യരാരും ഇങ്ങനെയുള്ള പ്രോസസ്സിലേക്ക് പോകാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ബലഹീനരായി മാറുന്നു, ശക്തിയില്ലാത്തവരായി മാറുന്നു. ഓക്കെ, മോഹൻദാസ് സാർ കേൾക്കാമോ? സംസാരിക്കാമോ? കേൾക്കാം സാർ. ഞാൻ 265 വരെയാണ് തുടങ്ങിയത്. വളരെ ആദ്യത്തുള്ള അറിയില്ല, എന്നാലും അതിന് ശേഷമുള്ളതൊക്കെ വളരെ നന്നായിരുന്നു. ആദിബോധൻ സാറിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. കാരണം എന്നെക്കാളും നന്നായിട്ട് സാറ് തമിഴിൽ ആ ചെന്തമിഴിൽ നിന്ന് വായിക്കാനും സാറിന്റെ ഒരു രീതിക്ക് തന്നെ മലയാളത്തിലേക്ക് തർജ്ജമ പറയുകയും അവസാനം ക്രിസ്മസിലോട് നിന്ന് ആശംസകൾ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്തു. ക്രിസ്തുദേവന്റെ ആ ത്യാഗവും ആ സഹിഷ്ണുതയും ആ ക്ഷമയും മറ്റുള്ള അനുകമ്പയും എല്ലാം വളരെ നന്നായിട്ട് ഇന്നത്തെ 10 കുറളിൽ കൂടിയും എല്ലാവരും അത് പങ്കുവച്ചു. പിന്നെ ഉഷാദേവി മാഡം മലയാളത്തിലേക്കുള്ള ആ എന്താ പറയുക വിവർത്തനവും അതിൻ്റെ വിശദീകരണമൊക്കെ വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് തിരുക്കുറളിനെ വള്ളൂർ എന്നത് ഓർത്തിട്ടുണ്ടോ അറിയില്ല, ആ കാലന്റെ കാര്യം പറഞ്ഞത്, അത് യമൻ അല്ലെങ്കിൽ കാലൻ, അത് കൃത്യമായിട്ടും ആ തൊഴിൽ അല്ലെങ്കിൽ ആ കർത്തവ്യം കടമ ചെയ്യുന്ന ആളാണ് കാലൻ. അവനെ പോലും നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും തപസ്സിന്റെ ശക്തി കൊണ്ട്. അതാണ് പിന്നെ മാർക്കണ്ഡേയന്റെ കഥ അവിടെ പറയുന്നത്. അത് സൽപുത്രനായ മാർക്കണ്ഡേയൻ നല്ല തപസ് ചെയ്ത് ശിവന്റെ കയ്യിൽ നിന്ന് അതിന്റെ വരത്തിന്റെ വരവ് മേടിച്ച് മാർക്കണ്ഡൻ മരണമില്ലാത്തവനായിട്ട് മാറുന്ന ഒരു അവസ്ഥയ്ക്ക്. അപ്പം അത് ശരിക്കും യാഥാർത്ഥ്യം, അത് ഭരണകഥയാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിന് പോലും, അതായത് മരണത്തിനെ പോലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് തപസ്സിന്റെ ആ എന്താ പറയുക മഹത്വം അല്ലെങ്കിൽ അതിന്റെ ശക്തി അല്ലെങ്കിൽ ആർജവം എന്ന് പറയുന്നത്. പിന്നെ ജോർജ് സാറ്, റോയ് സാറ്, ജോസി സാറ് എല്ലാവരും വളരെ കൃത്യമായിട്ട് അതിലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ശ്രീകുമാരി മേഡവും ഇവരൊക്കെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്.
എൻ്റെ ഒരു അഭാവത്തിൽ പോലും അത് തുടർച്ചയായിട്ട് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവും എന്താ പറഞ്ഞാല് അതിനുള്ള ഒരു സന്മനസ്സും കാണിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആർക്കാണ് പറയാനുള്ളത്? ശ്രീകുമാരി മാം. ഇൻവൈറ്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ എല്ലാവരും അവതരിപ്പിച്ചു തപസ്സിന്റെ മാഹാത്മ്യം. തപസ്സുകൊണ്ട് നമുക്ക് കാലനെ പോലും വെല്ലാൻ സാധിക്കും എന്നുള്ളതാണ് തിരുക്കുറൾ ഇന്ന് നമ്മെ പഠിപ്പിച്ച ബൃഹത്തായ പാഠം. അത്രയ്ക്ക് തന്നെ തപസ്സിന് ശക്തിയുണ്ട്. നാം തപസ് ചെയ്യുന്നതായിട്ട് അഭിനയിക്കാതെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി തപസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം നേടാൻ കഴിയും. അത് തപസ്സുവിന്റെ കഥയാണ് മറ്റേ ഉഷാ മേഡം പറഞ്ഞ 2 കഥ. മാർക്കണ്ഡ പുരാണം. മക്കളില്ലാതിരുന്നു, മക്കൾക്ക് വേണ്ടി തപസ് ചെയ്തു. മന്ദനായ 100 വയസ്സുള്ള മകൻ വേണോ, ബുദ്ധിമാനായ 16 വയസ്സുള്ള മകൻ വേണോ എന്ന് ചോദിക്കുകയും 16കാരനായ ബുദ്ധിയുള്ള മകൻ മതി എന്ന് പറയുകയും അതനുസരിച്ച് മാർക്കണ്ഡൻ ജനിക്കുകയും ഭഗവാനെ തപസ് ചെയ്ത് 100 വയസ്സ് വരെയുള്ള ആയുസ് നേടുകയും ചെയ്തു. അത് തപസ്സിന്റെ വിശിഷ്ടമായ ശക്തി തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഇന്ന് നമുക്കങ്ങനെ വളരെ പല കാര്യങ്ങളും തിരുക്കുറളിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. പിന്നെ ഈ ക്രിസ്മസ് കാലത്ത് തപസ്സിന്റെ ഒരു മാഹാത്മ്യം രണ്ടും കൂടെ ചർച്ച ചെയ്യിക്കാനും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ, അതിന്റെ ശക്തിയും മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവരും അവരവരുടെ ഭാഗം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. താങ്ക് യു സർ. താങ്ക് യു മാം. റോയ് സാർ. തപസ് എന്ന് പറയുന്നത് മഹർഷിമാരും മറ്റവരൊക്കെ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മൾ കണ്ടതെങ്കിലും സഹിച്ചു നിർത്തുന്നതിനും മറ്റുള്ളവർക്ക് വേദന നൽകാതെ പ്രശ്നങ്ങളെ നേരിടുന്നതുമാണ് തപസ് എന്ന് മനസ്സിലാക്കി തരുവാൻ ഈ തിരുക്കുറളിലൂടെ സാധിച്ചു. അത് ഈ ഇത്രയും നല്ലൊരു ഇൻസൈറ്റ് തരുന്നതിന് തമിഴിലൂടെ വിശദീകരിച്ചതും അതുപോലെ ഓരോരുത്തരും കഥകൾ സഹിതം പറയുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ്ങും ആശയങ്ങളും വളരെയധികം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും തിരുക്കുറളിൻ്റെ ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു ഓൾ ഫോർ ദിസ്. ഓക്കെ, ജോർജ് സാർ. ഷാകുമാരി മാം. ജോർജ് സാർ. സർ, താങ്ക് യു. ഈ 270-ാമത്തെ 27-ാം അധ്യായം, അധ്യായത്തിന് എന്താ പറയാ, അധികാരം 27. അതെ, അതിൽ സൂചിപ്പിക്കുന്ന തപസ് കൊണ്ട് നേടാനാവാത്തത് ഒന്നുമില്ല. തപസ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കുക, എല്ലാം സഹിക്കുക, അങ്ങ് ഉരുകി മാനുഷികമായതിനെല്ലാം ഭൗതികമായതിനെല്ലാം ത്യജിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയാൽ എല്ലാം നേടാനാവാത്തത് ഒന്നുമില്ല. ഈ മരണത്തെ വരെ, കാലനെ വരെ ഒഴിവാക്കാം എന്നുള്ള ഒരു വലിയ പാഠം. നന്നായി പങ്കുകൊള്ളാൻ കഴിഞ്ഞ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ദീർഘിച്ചു പോയി എന്നൊരു കമന്റോടെ വന്നതുകൊണ്ട് ഹ്രസ്വമാകട്ടെ ഈ പ്രാവശ്യം എന്ന് ചിന്തിച്ചു. അതും ശരിയാണോ എന്നൊരു സംശയം. എന്നാലും സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ദെൻ ജോർജ് സാർ പറഞ്ഞ് നമുക്ക് നിർത്താം. ഹലോ, ഉഷ മാം പറഞ്ഞില്ല. സർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സെഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ ഒരു വലിയ ഇതിഹാസ ഗ്രന്ഥത്തിന്റെ കുറച്ച് ഇരടികളിലൂടെ എങ്കിലും കടന്നു പോകാൻ സാധിച്ചതിന്, അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും, ഈ പ്ലാറ്റ്ഫോമിനോട്, പ്രത്യേകിച്ചും സാറിനോട്. ഒരുപാട് അനുഭവങ്ങളാണ് ഈ ഒരു കുറലിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഷെയർ ചെയ്യപ്പെടുന്നതും ഒക്കെ. പ്രത്യേകിച്ച് ഈ കാലത്ത്
അല്ലെങ്കിൽ ഉള്ളവരും ഇല്ലാത്തവരും എന്നൊക്കെ മനുഷ്യർ തമ്മിൽ ഒരുപാട് വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണ് സമ്പന്നർ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ആരാണ് ദരിദ്രർ എന്ന ഒരു ഇതിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ അസൂയയില്ല, കുശുമ്പില്ല, അധർമ്മമില്ല, അസത്യമില്ല, കാമമില്ല, ക്രോധമില്ല, മതമാത്സര്യങ്ങളൊന്നുമില്ല, ലോഭമില്ല, മോഹമില്ല. ഇതൊന്നും ഇല്ലാത്തവൻ തന്നെയല്ലേ ശരിയായ അർത്ഥത്തിൽ സമ്പന്നൻ എന്ന് പറയുന്നത്. ഇനി ഉള്ളവൻ ദരിദ്രനായിരിക്കുന്ന അവസ്ഥയും ഇതുപോലെ തന്നെയല്ലേ. എത്രയൊക്കെ സമ്പത്തുണ്ടായാലും സാക്ഷാൽ കുബേരൻ തന്നെയായാലും മേൽപ്പറഞ്ഞ എല്ലാ തിന്മകളും ഉണ്ടെന്ന് വരികിൽ അവൻ പരമദരിദ്രരുടെ ഒരു പട്ടികയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. സമ്പന്നതയും ഇല്ലായ്മയും ആരെയും ചെറുതോ വലുതോ ആക്കുന്നില്ല എന്നല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവനവന്റെ കർമ്മം തന്നെയാണ്, അല്ലെങ്കിൽ ധർമ്മം തന്നെയാണ് അവനവന്റെ മൂല്യനിർണയവും നടത്തുന്നത്. നന്മയാണ് ഏറ്റവും പ്രധാനം. ലങ്കാധിപനായ രാവണന് എന്തിന്റെ കുറവായിരുന്നു? എല്ലാറ്റിലും സമൃദ്ധിക്കുമേൽ സമൃദ്ധിയായിരുന്നു. എന്നിട്ടും അതികാമം എന്നൊരൊറ്റ ദോഷം കൊണ്ട് മാത്രം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ശൂന്യനായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കഥകളിലൂടെ, ഒരു പുരാണത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തില് ഭൂരിപക്ഷം ആളുകളും അജ്ഞാന തിമിരത്തിൽ ദരിദ്രരായി കഴിയുന്നു എന്നതാണ് കാരണം. കുറച്ച് പേര് മാത്രമേ സന്യാസം എന്ന ജ്ഞാനവീതിയിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ എന്ന് തന്നെ. തപസ് കുറയുമ്പോഴും ആർത്തി കൂടുന്നു. ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരും ഇല്ലാത്തവർ ഉള്ളവരുമാകുന്നു. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വലിയ സന്ദേശം നൽകുന്ന ക്രിസ്തുമസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നന്മയിലൂടെ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ പരസ്പരം പങ്കുവയ്ക്കലിലൂടെ ഹൃദയം കൊണ്ടൊരുങ്ങാം. ഉണ്ണീശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്ന് പിറക്കട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. ജോഷി സാർ, മോഹൻദാസ് സാർ. അടുത്ത ആഴ്ചയില് സദാചാരം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ഏത് തരത്തിലുള്ള സൗഹൃദങ്ങൾക്ക് നമ്മൾ എടുക്കാം, കൈക്കൊള്ളണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതിനെയാണ്. ഒഴുക്കം എന്നുള്ളത് സദാചാരം. നമുക്ക് ഒഴിവാക്കേണ്ട സദാചാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിക്ക് ഉള്ളതാണ്. അതും അടുത്ത ആഴ്ച ഞാൻ എന്ന് പറഞ്ഞാല് യാത്രയിലായിരിക്കും. ആദിമോഹൻ സാറും ഉഷാമയുടെ ആയിരിക്കും കൂടുതലായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഇപ്പോഴും തന്നെ അതിന്റെ തയ്യാറെടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ജോഷി സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, ഞാന് അതോടൊപ്പം തന്നെ അത്യാവശ്യം നന്ദി ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഇന്നത്തെ സെഷൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയാം. നന്നായിരുന്നു. വളരെ ഹ്രസ്വമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഭദ്രമായിരുന്നു, പൂർണ്ണവുമായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ ഈ കാലഘട്ടം. ഏതാനും ദിവസങ്ങൾ കൂടിയാണ് ഇനിയും മണ്ഡല കാലത്തിനായിട്ട് അവശേഷിക്കുന്നത്. നോമ്പെടുത്ത്, ഉപവാസമെടുത്ത്, ത്യാഗം സഹിച്ച് മല ചവിട്ടുന്ന സ്വാമിമാർ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന തത്വമസി, എല്ലാവരും സ്വാമിമാരാണ്. ഞാനാണ് സ്വാമി. അവിടെ ചെന്ന് കാണുന്നതും സ്വാമി, കയറി ചെല്ലുന്നതും സ്വാമി. ഈ ഒരു അവസ്ഥയിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ടാണ് സന്യാസികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇത് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മം തന്നെയാണ് എന്ന് പറയുവാനുള്ള കാര്യം. അങ്ങനെ തീർച്ചയായിട്ടും വിശുദ്ധന്മാര് എന്നറിയപ്പെടുന്ന ആളുകൾ അവരുടെ തലയുടെ മുകളിലൂടെ ഒരു ചന്ദ്രക്കല പോലത്തെ പ്രകാശം നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരം ഫോട്ടോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ല മതവിഭാഗങ്ങളുടെയും. അത് അവരുടെ ഈ തപശ്ചര്യ കൊണ്ട്
നേടിയെടുത്ത ഒരു വലിയ ശക്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ പ്രാണ ഹീലിംഗിന്റെ ഒക്കെ പിന്നിൽ പറയുന്ന തത്വവും അത് തന്നെയാണ്. എല്ലാവരുടെ ശരീരത്തിന്റെയും പുറമേക്ക് പ്രസരിക്കുന്ന ഒരു ഊർജ ശക്തിയുണ്ട്, ഒരു അത്ഭുത കാന്തിക ശക്തിയുണ്ട്. അത് നേടിയെടുക്കുന്നതാണ്. എങ്ങനെ? കഠിനമായ മനചര്യകളിലൂടെ. അതിൽ പ്രായശ്ചിത്തം, ഉപവാസം, നോമ്പ് ഒക്കെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതുകൊണ്ട് സന്യാസി വര്യന്മാർക്കായിട്ട് നീക്കി വെക്കണ്ട, നമുക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ പലതിനെയും നേരിടാനായിട്ടുള്ള ശക്തി ലഭിക്കും. ചുറ്റുപാടുള്ള മനുഷ്യരും പ്രകൃതിയും ഒക്കെ ചിലപ്പോൾ നമ്മളെ വേട്ടയാടുന്നത് പോലെ നമുക്ക് തോന്നുമ്പോഴും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഇതാണ്, അത്രമാത്രം തപശ്ചര്യയിൽ ജീവിച്ചത് കൊണ്ടാണ്. പ്രകൃതിയെ പോലും നിയന്ത്രിക്കാൻ നമുക്കും സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപാരമായ ആ ശക്തി വൈഭവം ആർജിക്കുന്ന ആളുകൾ, അവരൊക്കെ കാമമോഹ ലോഭ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആർജിക്കുന്ന ഈ ശക്തി വിശേഷം നമ്മളിവിടെ പല ക്ലാസ്സുകളിലൂടെയൊക്കെ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹോളിസ്റ്റിക് ലെവലിലുള്ള പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പലതരം തെറപ്പികൾ നമ്മളിവിടെ പഠിച്ചു. മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ്സുകൾ പഠിച്ചു. അവിടെയൊക്കെ നമ്മളിത് നേടിയെടുക്കുകയാണ്. ഈ മതകീയമായിട്ടോ അല്ലാതെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ആർജിക്കുന്ന ഈ ശക്തി വിശേഷം എല്ലാവർക്കും സാധിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ, വലിയ തിരക്കിന്റെ വലിയ തിരത്തള്ളലിലാണ്, പക്ഷെ ആത്മീയ സംഘർഷം, ആത്മസംഘർഷം, എല്ലാ സംഘർഷം കൊണ്ടും വീർപ്പ് മുട്ടുകയാണ്. ഈ മനുഷ്യന് വചനത്തിന് കുറുക്കുവഴിയൊന്നുമില്ല. പലതരത്തിലുള്ള ഡിമെൻഷ്യയും അൽഷൈമേഴ്സും ഡിപ്രഷനും ഒക്കെ നമ്മെ വേട്ടയാടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ. അല്പമായിട്ടോ അല്ലാതെയോ പ്രായശ്ചിത്തവും ഉപവാസവും നോമ്പുമൊക്കെ നമുക്കൊന്ന് ആർജിച്ചു നോക്കാം. മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്താനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ആണ്ടിലെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തേതാണ് അടുത്ത വെള്ളിയാഴ്ച നടക്കുന്നത്. ക്രിസ്മസിന് മുമ്പുള്ള അവസാനത്തേതാണ് ഇന്ന് നടന്നത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. പ്രത്യേകിച്ച് ആദിഭവാൻ സാറിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ഈ അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം. നാളെ നമുക്ക് സർക്കാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പരിഹാസത്തെ ബേസ് ചെയ്തുകൊണ്ട് ഹരിഹരൻ സാർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സ്വല്പം ചിരിക്കാനൊക്കെ ഉള്ള വക ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം വീണ്ടും. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു.